ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. ഏറ്റവും ആദ്യമായി എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. എ മാനേജറിയൽ പ്രിൻസിപ്പിൾ ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ്ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയുള്ള വളരെ വിശാലമായ പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങളെ പറയുന്ന പേരാണ് മാനേജീരിയൽ പ്രിൻസിപ്പിൾ. ഒന്നുകൂടെ നോക്കാം. എ മാനേജീരിയൽ പ്രിൻസിപ്പിൾ ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ്ലൈൻസ്. വളരെ വിപുലമായിട്ടുള്ളതും പൊതുവായിട്ടുള്ളതുമായ മാർഗനിർദ്ദേശങ്ങളാണ്. ഫോർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും, ആൻഡ് ബിഹേവിയർ, പെരുമാറ്റങ്ങൾക്ക് വേണ്ടിയും. അടുത്തതായാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നേച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഇന്റൻഡഡ് ടു അപ്ലൈ ടു ആൾ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് എല്ലാ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലായിടത്തും, അതായത് വലിയ സ്ഥാപനമായെങ്കിലും ചെറിയ സ്ഥാപനമാണെങ്കിലും, ലാഭം നേടുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ലാഭം നേടാത്ത സ്ഥാപനങ്ങളാണെങ്കിലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരേപോലെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അടുത്താണ് ജനറൽ ഗൈഡ്ലൈൻസ്. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ്ലൈൻസ് ടു ആക്ഷൻ ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സ്ട്രാറ്റജിക് ജാക്കറ്റ് സൊല്യൂഷൻ ടു ആൾ മാനേജറൽ പ്രോബ്ലം. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗൈഡ്ലൈൻസ് ഓഫ് ആക്ഷൻ, അതായത് പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും ഒരു മാനേജറൽ പ്രോബ്ലത്തിനുണ്ടായിരിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ല പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. പകരം ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്നുള്ളൊരു മാർഗനിർദ്ദേശം മാത്രമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ജനറൽ ഗൈഡ്ലൈൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് ഫോർമഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഫോർമഡ് ബൈ എക്സ്പീരിയൻസ് ആൻഡ് കളക്റ്റീവ് വിസ്ഡം ഓഫ് മാനേജേഴ്സ് ആസ് വെൽ ആസ് എക്സ്പെരിമെന്റേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ അവരുടെ എക്സ്പെരിമെന്റേഷന്റെ അടിസ്ഥാനത്തിലുമാണ്. മാനേജേഴ്സിന്റെയൊക്കെ എക്സ്പീരിയൻസ്, അവര് ആൾക്കാരോട് ഇടപഴകി അവർക്കുണ്ടായിരിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലും, ആൻഡ് എക്സ്പെരിമെന്റേഷൻ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റുകൾ എല്ലായ്പ്പോഴും ഫോം ചെയ്തിരിക്കുന്നത് അഥവാ രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ഫ്ലെക്സിബിൾ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആണ്. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ നോട്ട് റിജിഡ് പ്രിസ്ക്രിപ്ഷൻ വിച്ച് ഹാവ് ടു ബി ഫോളോഡ് അബ്സല്യൂട്ട്ലി. അതായത് കൃത്യമായും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു സംഭവമല്ല പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. They are flexible and can be modified by the managers when the situation so demanded. They are flexible എന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റം വരുത്താം. എപ്പോഴാണ്? സാഹചര്യം പറയുകയാണെങ്കിൽ, അനുശാസിക്കുന്നതിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാനേജേഴ്സിന് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഫ്ലെക്സിബിളിന്റെ അർത്ഥം ഇതാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൃത്യമായി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വ്യത്യാസങ്ങൾ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അടുത്താണ് മെയിൻലി ബിഹേവിയറൽ. Management principles aims at influencing the behavior of human beings. അതായത് മാനേജറൽ പ്രിൻസിപ്പിൾ എല്ലായ്പ്പോഴും ലക്ഷ്യമിടുന്നത് ആൾക്കാരുടെ പ്രവർത്തനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. Therefore, principles of management are mainly behavioral nature. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും പെരുമാറ്റങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും, ബിഹേവിയറൽ നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയായിരിക്കും ലക്ഷ്യമിടുക. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ശരിക്കും ബിഹേവിയറൽ നേച്ചർ ആണ്. അടുത്തത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാകൂ, അതിനെ പറഞ്ഞ പേരാണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കാര്യങ്ങളും അവയുടെ ഇഫക്റ്റുകളും നോക്കാം. The principles of management are intended to establish the relation between cause and effect so that they can be used in similar situation in a large number of cases. എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലായ്പ്പോഴും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണെങ്കിലേ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളാകത്തുള്ളൂ. അതായത് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിൽ എത്താൻ പറ്റത്തുള്ളൂ, ആൾക്കാർ തമ്മിൽ അടികൂടാതിരിക്കത്തുള്ളൂ, അങ്ങനെ കുറച്ച് ഇഫക്റ്റുകൾ. അപ്പം കോസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇഫക്റ്റ് എന്താണെന്നുള്ള കാര്യം കൃത്യമായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൃത്യമായി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. അടുത്താണ് കണ്ടിജന്റ്. എന്താണ് കണ്ടിജന്റ് എന്ന് നോക്കാം. The applications of principles of management is contingent or depend upon the prevailing situation at a particular point of time. അതായത് ഒരു പ്രത്യേക സമയത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഉള്ള പോയിന്റുകളിലും പറഞ്ഞിരിക്കുന്നത്. ഫ്ലെക്സിബിൾ ആണ്, എപ്പോഴും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഹാസ് ടു ബി ചേഞ്ച് ആസ് പെർ ദ റിക്വയർമെന്റ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കണ്ടിജന്റ് ആണ്. കണ്ടിജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസിനെ പറ്റി, പ്രാധാന്യത്തെ പറ്റിയാണ്. ഒന്നാമത്തെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. അതായത് മാനേജേഴ്സിന്റെ ഉള്ളിലുള്ള അവരുടെ ആശയങ്ങളെയൊക്കെ പ്രാവർത്തികമാക്കാനെ കൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വെച്ച് സഹായകമാകും. അടുത്ത രണ്ടാമത്തത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നമ്മളുടെ വിഭവങ്ങളെ, ബിസിനസിന്റെ വിഭവങ്ങളെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗിക്കാനെ കൊണ്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ, ഏറ്റവും കാര്യക്ഷമതമായ രീതിയിൽ ബിസിനസിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനെ കൊണ്ടും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സഹായിക്കുന്നു. മൂന്നാമത്തത് സയന്റിഫിക് ഡിസിഷൻ. ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. 4. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്. അതായത് നമ്മളുടെ ബിസിനസിന്റെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ മാറ്റങ്ങളെ ഫേസ് ചെയ്യാൻ, മീറ്റ് ചെയ്യാനെ കൊണ്ട് ഒരു സാധ്യത അവിടെ നമുക്ക് ഉണ്ടാക്കി തരുന്നു. അഞ്ചാമത്തത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഫുൾഫിൽ ചെയ്യാനെ കൊണ്ട് സഹായിക്കുന്നു. 6. മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെന്റ് ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷൻസിനും റിസർച്ചിനുമെല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരുപാട് ഗുണം ചെയ്യുന്നത് ആണ്. അപ്പോൾ ഇത്രയുമാണ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ ഒന്നാമത്തതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മാൾ ടാസ്ക് ഓർ ജോബ്. എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് who is competent is required to perform each job. Thus, division of work leads to specialization. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു വലിയ ജോലിയെ ചെറിയ ചെറിയ ജോലികളായി ഡിവൈഡ് ചെയ്യുക, വിധിക്കുക. അതിൽ ഓരോ ജോലിയും, അത്തരത്തിലുള്ള ഓരോ ചെറിയ ജോലിയും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി കൊണ്ട് ചെയ്യിപ്പിക്കുക. Thus, division of work leads to specialization. അങ്ങനെ ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് മാറും? സ്പെഷ്യലൈസേഷനിലേക്ക് മാറും. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ജോബിനെ പല പല ചെറിയ ജോലികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെ പറയുന്ന പേരാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്തിന് കാരണമാകുന്നു? സ്പെഷ്യലൈസേഷന് കാരണമാകുന്നു. അടുത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. According to Fayol, authority is the right to give orders and obtain obedience, and responsibility is the corollary of authority. ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതോറിറ്റി അഥവാ അധികാരം എന്ന് വെച്ചാൽ ഉത്തരവുകൾ നൽകുന്നതിനും അത് ചെയ്യിപ്പിക്കുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ്. അതേപോലെ റെസ്പോൺസിബിലിറ്റി എല്ലായ്പ്പോഴും അതോറിറ്റിയോടൊപ്പം ഉണ്ടാകുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ അതോറിറ്റിയോടൊപ്പം ഉണ്ടാകുന്നതാണ്. റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ഇത്രമാത്രമാണ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതോറിറ്റി ഈസ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അധികാരം എന്നത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. മാനേജർ റിക്വയർ അതോറിറ്റി കോമൺസ്ട്രേറ്റ് വിത്ത് ദർ റെസ്പോൺസിബിലിറ്റി. ഏതൊരു മാനേജറിന് അധികാരം നൽകുന്നോ ആ നൽകുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും.
There should be a balance between authority and responsibility. അധികാരവും ഉത്തരവാദിത്വവും നന്നായി ബാലൻസ് ചെയ്തിരിക്കണം. An organization should build safeguard against the abuse of managerial power. അതായത് ഒരു കാരണവശാലും മാനേജീരിയൽ പവർ അബ്യൂസ് ചെയ്യുക, ഒരു സ്ഥാപനത്തിലും അബ്യൂസ് ചെയ്യാൻ പാടില്ല. അതായത് അധികാര ദുർവിനിയോഗം ഒരു സ്ഥാപനത്തിലെ മാനേജർമാരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരു സ്ഥാപനത്തിലും ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അറ്റ് ദ സെയിം ടൈം, അതേപോലെ തന്നെ എ മാനേജർ ഷുഡ് ഹാവ് നെസസറി അതോറിറ്റി ടു ക്യാരി ഔട്ട് ഹിസ് റെസ്പോൺസിബിലിറ്റി. അതായത് എക്സസായിട്ട് മാനേജർ പവർ കാണിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ആ മാനേജർക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനാവശ്യമായേക്കുന്ന അധികാരങ്ങൾ നൽകുകയും ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്തിരിക്കണം. അടുത്താണ് ഡിസിപ്ലിൻ. അനുസരണ. ഡിസിപ്ലിൻ ഈസ് ദ ഒബീഡിയൻസ് ടു ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് വിച്ച് ആർ നെസസറി ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ള എംപ്ലോയി എഗ്രിമെന്റുകളും ഓർഗനൈസേഷണൽ റൂളുകളും അനുസരിക്കുക എന്നുള്ളതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ 10 മണിക്ക് എത്താൻ പറയുകയാണെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ എത്തുക. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തിലെ നിയമങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിലെ നിയമങ്ങൾ അനുസരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസിപ്ലിൻ. അക്കോർഡിംഗ് ടു ഫയോൾ, ഡിസിപ്ലിൻ റിക്വയർസ് ഗുഡ് സുപ്പീരിയർ അറ്റ് ഓൾ ലെവൽ, ക്ലിയർ ആൻഡ് ഫെയർ എഗ്രിമെന്റ് ആൻഡ് ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാൽറ്റീസ്. ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാ സ്ഥാപനങ്ങളിലും ഡിസിപ്ലിൻ വേണമെങ്കിൽ അവിടെ മാനേജ്മെന്റ് എല്ലാ ലെവലുകളിലും ഏറ്റവും നല്ല ഉന്നത ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഓർഗനൈസേഷനും എംപ്ലോയീസും തമ്മിലുള്ള എഗ്രിമെന്റുകൾ ക്ലിയർ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. അത് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കാണിക്കുകയാണെങ്കിൽ അതിനൊക്കെ പെനാൽറ്റി ചാർജ് ചെയ്യാവുന്നതും ആണ്. ആ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ഡിസിപ്ലിൻ. അടുത്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് നോക്കാം. According to Fayol, there should be one and only one both for every individual employee. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നതാണ്, ഓരോ എംപ്ലോയിക്കും ഒരേ ഒരു സുപ്പീരിയറെ കാണാൻ പാടുള്ളൂ. അതിനെ പറഞ്ഞ പേരാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ എംപ്ലോയീസ് ഉത്തരവുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിനെ പറഞ്ഞ പേരാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ആൾ ദ യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി മൂവിംഗ് ടുവേർഡ്സ് ദ സെയിം ഒബ്ജക്റ്റീവ് ത്രൂ കോർഡിനേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് എഫേർട്ട്. അതായത് ഓർഗനൈസേഷനകത്തുണ്ടായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഒരൊറ്റ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടെ വേണം പ്രവർത്തിക്കേണ്ടത്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ, ഒരൊറ്റ പ്ലാനുകളെ ഉണ്ടാകാവൂ. അത് മാത്രമല്ല ഒരൊറ്റ ഹെഡേ ഉണ്ടാവൂ. അതായത് ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ വ്യക്തികളും കൂടി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. അതിനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി അക്കോർഡിംഗ് ടു ഫയോൾ. ഫയോൾ പറഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ വ്യക്തിപരമായ ലക്ഷ്യങ്ങളെക്കാൾ ഉപരി ആ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം എംപ്ലോയീസ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾക്കായിരിക്കണം മുൻഗണനകൾ നൽകുന്നത്. അതിനെ പറഞ്ഞ പേരാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അടുത്താണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളം. The overall pay and compensation should be fair to both the employees and the organization. അതായത് ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് നൽകുന്ന ശമ്പളം എംപ്ലോയീസിനും അതേപോലെ തന്നെ എംപ്ലോയർക്കും ഓർഗനൈസേഷനും ഫെയർ ആയിരിക്കണം, നല്ല രീതിയിലുള്ളതായിരിക്കണം. The employee should be paid fair wages, should be give them at least
എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയിക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ, ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ തക്ക ശമ്പളമെങ്കിലും ഒരു സ്ഥാപനം നൽകിയിരിക്കണം. അറ്റ് ദ സെയിം ടൈം, അതേസമയം തന്നെ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി. ആ കൊടുക്കുന്ന ശമ്പളം കമ്പനിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുമായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു എംപ്ലോയീസിന് നമ്മൾ ശമ്പളം നൽകുകയാണെങ്കിൽ അത് ഒരേപോലെ എംപ്ലോയിക്കും എംപ്ലോയർക്കും ഗുണമുള്ള രീതിയിലായിരിക്കണം. നൽകുന്ന ശമ്പളം എംപ്ലോയിക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാനുള്ള തുകയെങ്കിലും ആയിരിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ശമ്പളം നൽകുമ്പോൾ ആ ശമ്പളം നൽകാനുള്ള കപ്പാസിറ്റി ആ ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ചെയ്യണം. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് നോക്കാം. സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി concentration of decision making authority is called centralization, whereas its dispersal among more than one person is known as decentralization. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻട്രലൈസേഷൻ എന്നും, എന്നാൽ അതേ അധികാരം തന്നെ ഒന്നിലധികം വ്യക്തികൾക്ക് നൽകുകയാണെങ്കിൽ, ഡിസ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ, വീഴ്ച നൽകുകയാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നും പറയും. According to Fayol പറഞ്ഞിരിക്കുന്നതാണ്, there is a need to balance subordinate involvement through decentralization with the manager's retention of final authority through centralization. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. There is a need to balance subordinate involvement through decentralization with managers retention of final അതോറിറ്റി ത്രൂ സെൻട്രലൈസേഷൻ. അതായത് തീരുമാനങ്ങൾ എടുക്കാനെ കൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സബോർഡിനേറ്റ്സിന്റെ ഇൻവോൾവ്മെന്റ് കൂടി നമ്മൾ നോക്കണം. പക്ഷേ ആ തീരുമാനങ്ങൾക്ക് മുകളിലുള്ള അവസാനമായിട്ടുള്ള അതോറിറ്റി, ഏറ്റവും ഫൈനലായിട്ടുള്ള അതോറിറ്റി എല്ലായ്പ്പോഴും മാനേജേഴ്സിനായിരിക്കണം. അപ്പോൾ ഡീസെൻട്രലൈസേഷനിൽ കൂടി എംപ്ലോയീസിന് മാനേജ്മെന്റിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുകയും എന്നാൽ ഫൈനലായിട്ടുള്ള തീരുമാനം സെൻട്രലൈസേഷനിൽ കൂടി മാനേജർ തന്നെ നടത്തുകയും ചെയ്തിരിക്കണം. The degree of centralization will depend upon the circumstances with the company is working. കമ്പനി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം സെൻട്രലൈസേഷൻ വേണോ ഡീസെൻട്രലൈസേഷൻ വേണമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്കാലാർ ചെയിനെ പറ്റിയാണ്. സ്കാലാർ ചെയിൻ എന്താണ് എന്ന് നോക്കാം. An organization consists of superior and subordinate. The formal line of authority from highest to lowest rank are known as scalar chain. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവിടെ സുപ്പീരിയേഴ്സും ഉണ്ടാകും, സബോർഡിനേറ്റ്സും ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നും ഏറ്റവും ലോവർ ലെവലിലേക്കുള്ള അധികാരത്തിന്റെ ചങ്ങലയെ പറയുന്ന പേരാണ് സ്കാലാർ ചെയിൻ. അക്കോർഡിംഗ് ടു ഫയോൾ, ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എ ചെയിൻ ഓഫ് അതോറിറ്റി. ഏതൊരു സ്ഥാപനത്തിലാണ് എങ്കിലും അവിടെ ഒരു ചെയിൻ ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് റൺ ഫ്രം ടോപ്പ് ടു ബോട്ടം. ആ ചെയിൻ ഓഫ് അതോറിറ്റിയിൽ കൂടി തന്നെ ആയിരിക്കണം എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഏറ്റവും മുകളിൽ നിന്നും ഏറ്റവും താഴ്ത്തട്ടിലേക്ക് വരാൻ. ആൻഡ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്. അത് എല്ലാ മാനേജർമാരും എല്ലാ സബോർഡിനേറ്റ്സും അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സ്കാലാർ ചെയിൻ. അടുത്തതാണ് ഓർഡർ. അക്കോർഡിംഗ് ടു ഫയോൾ, people and material must be in suitable place at appropriate time for the maximum efficiency. അതായത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയിൽ എത്തണമെങ്കിൽ ആൾക്കാരായാലും ശരി മെറ്റീരിയൽസ് ആയാലും ശരി അത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു മെറ്റീരിയൽ ആയാലും പീപ്പിൾ ആയാലും മാക്സിമം എഫിഷ്യൻസിയിൽ എത്തുകയുള്ളൂ. അതായത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ പീപ്പിൾ ആയാലും മെറ്റീരിയൽസ് ആയാലും മാക്സിമം എഫിഷ്യൻസിയിൽ എത്തുകയുള്ളൂ എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത്. ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ സ്റ്റേറ്റ് ദാറ്റ് എ പ്ലേസ് ഫോർ എവരിത്തിങ് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട്, എല്ലാ സാധനങ്ങളും ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അതിനെ പറയുന്ന പേരാണ് ഓർഡർ. അടുത്താണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യത എന്നാണ് അർത്ഥം. According to Fayol, these principles emphasize kindliness and justice in the behavior of managers towards the workers. ഈ പ്രിൻസിപ്പിളിനകത്ത് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, എല്ലാ മാനേജർമാരും തൻ്റെ കീഴ് ജീവനക്കാരോട് കൈൻഡ്ലിനെസ് ദയാപരമായും ജസ്റ്റിസ് നീതിപൂർവമായും മാത്രമേ
പെരുമാറാവൂ. അപ്പോൾ ഇക്വിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു മാനേജർ തൻ്റെ തൊഴിലാളികളോട്, തൻ്റെ കീഴ് ജീവനക്കാരോട്, തൻ്റെ വർക്കേഴ്സിനോട് കൈൻഡ്ലിനെസ്, ദയാപൂർവവും ആൻഡ് ജസ്റ്റിസ്, നീതിപൂർവവും മാത്രമേ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു കാരണവശാലും ഒരു മാനേജറും പാർഷ്യാലിറ്റി കാണിക്കാനെ കൊണ്ട് പാടുള്ളതല്ല. അടുത്താണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ശ്രദ്ധിക്കുക, എംപ്ലോയി ടേൺ ഓവർ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ സ്ഥിരമായി വരിക പോവുക, അതായത് എംപ്ലോയീസ് ടേൺ ഓവർ മിനിമം ആയിരിക്കണം. അതായത് എംപ്ലോയീസ് വരികയും പോവുകയും ചെയ്യുന്നത് വളരെ കുറവായിരിക്കണം. എംപ്ലോയി ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ പഴയ എംപ്ലോയീസിന് പകരം പുതിയ എംപ്ലോയീസ് വരിക. അപ്പം ആ ഒരു സ്ഥാപനം അതിൻ്റെ ഏറ്റവും മികച്ച എഫിഷ്യൻസി എടുക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയി ടേൺ ഓവർ ഏറ്റവും കുറവായിരിക്കണം. അക്കോർഡിംഗ് ടു ഫയോൾ പറഞ്ഞിരിക്കുന്നതാണ്, പേഴ്സണൽ ഷുഡ് ബി സെലക്ടഡ് ആൻഡ് അപ്പോയിന്റഡ് ആഫ്റ്റർ ഡ്യൂ ആൻഡ് റിഗുലസ് പ്രൊസീജിയർ. ഒരു വ്യക്തിയെ ജോലിക്ക് എടുക്കണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ വ്യക്തമായ കുറെ പ്രൊസീജിയറിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ. ആ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് വൺസ് സെലക്ടഡ് they should be kept at their post or position for a minimum fixed tenure. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ കുറച്ച് നാളത്തെയെങ്കിലും ആ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫിക്സ് ചെയ്തിരിക്കണം. there should be a stability of tenure. അതായത് അദ്ദേഹത്തിന്റെ ജോലി സ്ഥിരതയായിരിക്കണം. അദ്ദേഹത്തെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. they should be given reasonable time to show result. ഏതൊരു എംപ്ലോയിക്കായാലും തൻ്റെ കാര്യക്ഷമത മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് റീസണബിൾ ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെൻഡറുമായി ബന്ധപ്പെട്ട് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ. അടുത്താണ് ഇനിഷ്യേറ്റീവ്, താല്പര്യം. വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അതായത് ഒരു മാനേജർ തൻ്റെ തൊഴിലാളികളെ ആ തൊഴിലാളികളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി ഉള്ള പ്ലാനുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനെ കൊണ്ടും അതേപോലെ തന്നെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാനെ കൊണ്ടും നടത്തിപ്പിക്കാനെ കൊണ്ടും അവരെ എൻകറേജ് ചെയ്യിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. അതായത് ഓരോ മാനേജേഴ്സും തൻ്റെ കീഴിലുള്ള ഓരോ ജോലിക്കാരുടെയും വികസനത്തിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനെ കൊണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാനെ കൊണ്ടും പ്രോത്സാഹിപ്പിക്കണം. അക്കോർഡിംഗ് ടു ഫയോൾ, ഇനിഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് ദ സെൽഫ് മോട്ടിവേഷൻ. അതായത് സെൽഫ് മോട്ടിവേഷന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഇനിഷ്യേറ്റീവ് എന്ന് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. അതായത് ഒരു പ്ലാനിനെ പറ്റി ചിന്തിക്കുകയും അതേപോലെ അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇനിഷ്യേറ്റീവിന്റെ പുറത്ത് ആണ്. അടുത്താണ് എക്സ്പിരിറ്റ് ഡി കോക്സ്. മാനേജ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ട് ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമോണി എമംഗ് എംപ്ലോയീസ്. അതായത് എല്ലായ്പ്പോഴും മാനേജ്മെന്റ് തൻ്റെ ജോലിക്കാർ ഒരു ഗ്രൂപ്പായി നിൽക്കുന്നതിനെ വേണം പ്രൊമോട്ട് ചെയ്യേണ്ടുന്നത്. അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം വർക്ക്. ഫയോൾ പറഞ്ഞിരിക്കുന്നതാണ്, മാനേജ്മെന്റ് എല്ലായ്പ്പോഴും ടീം വർക്കിനെ ആയിരിക്കണം പ്രൊമോട്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഇൻ ലാർജ് ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഒരു വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ. ബിക്കോസ് അതർവൈസ് ദ ഒബ്ജക്റ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു റിയലൈസ്. അല്ല എങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കണം. ഈ എസ്പിരിറ്റ് ഡി കോർപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അപ്പം എസ്പിരിറ്റ് ഡി കോർപ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, എല്ലായ്പ്പോഴും മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗ്രൂപ്പായി ഒരു ജോലി ചെയ്യുന്നതിനെ ആയിരിക്കണം. ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർച്ചയായി ഈ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ക്ലാസുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ. താങ്ക് യു.